നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണിയിൽ ഉണ്ടാകുന്ന കെരട്ടോകോണസ് എന്ന കണ്ടീഷനെ കുറിച്ച് നമുക്കിന്നറിയാം. എന്താണ് കെരട്ടോകോണസ്? സാധാരണ റൗണ്ട് ഷേപ്പിലുള്ള ഒരു കോർണിയ കോൺ ഷേപ്പിലേക്ക് പുറത്തേക്ക് തള്ളി വരുന്ന കണ്ണിന്റെ അവസ്ഥയാണ് കെരാട്ടോകോണസ് എന്ന് പറയുന്നത്. എന്താണ് കെരാട്ടോകോണസിന്റെ പ്രധാനമായ കാരണങ്ങൾ? മെയിനായിട്ട് കുട്ടികൾ ഉണ്ടാകുന്ന അസ്റ്റിഗ്മാറ്റിസം, ബൈബർത്തിനോ മറ്റു കാരണങ്ങൾ കൊണ്ടോ കണ്ണിന്റെ കൃഷ്ണമണിയിലെ ഷേപ്പിനുണ്ടാകുന്ന വ്യത്യാസങ്ങൾ അസ്റ്റിഗ്മാറ്റിസത്തിലേക്കും പിന്നീട് അത് കെരട്ടോകോണസ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഫാമിലി ഹിസ്റ്ററി ഒരു പ്രധാന ഘടകമാണ്. അലർജിയുള്ള പേഷ്യൻസിൽ അവർ ഫ്രീക്വൻ്റ് ആയിട്ട് കണ്ണ് റബ്ബ് ചെയ്യുന്നതിലൂടെ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ ഷേപ്പിന് വ്യത്യാസം വരികയും അത് പിന്നീട് കെരട്ടോകോണസിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടേഴ്സ് പേഷ്യൻസിനോട് കണ്ണ് റബ്ബ് ചെയ്യരുത് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കെരട്ടോകോണസിൻ്റെ ലക്ഷണങ്ങൾ? കാഴ്ചക്കുറവ്, കണ്ണിന് വേദന, തലവേദന, ഒരു ഒബ്ജക്റ്റിനെ രണ്ടായി കാണുക, പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, പ്രകാശത്തിൽ നോക്കുമ്പോൾ വർണ്ണവളയങ്ങൾ കാണുക, ഡിസ്റ്റോർട്ടഡ് വിഷൻ. കണ്ണാടി വെക്കുന്ന ആളുകളിലാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഫ്രീക്വൻ്റ് ആയിട്ട് പവറിന് ഡിഫറൻസ് ഉണ്ടാകും, എസ്പെഷ്യലി അസ്റ്റിഗ്മാറ്റിസം പേഷ്യൻസിൽ. ഇനി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് എങ്ങനെയാണ് കെരാട്ടോകോണസിനെ ഡയഗ്നോസിസ് ചെയ്യുക എന്നുള്ളത്. ഒപ്താൽമോളജിയിൽ വെറൈറ്റീസ് ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസ് അവൈലബിൾ ആണ്. കോർണിയൽ ടോപ്പോഗ്രഫി, പെൻഡാക്കം, ഓപ്സ്കാൻ എന്നിവയാണ്. കോർണിയൽ ടോപ്പോഗ്രഫിയിൽ നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മുൻഭാഗത്തെ മെഷർമെൻറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പെൻഡാക്യാമിൽ നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും മെഷർമെൻറ്റ് ലഭിക്കുന്നതിലൂടെ ഏർലി സ്റ്റേജിലുള്ള കെരട്ടോകോണസ് അഥവാ FFKC വരെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഓപ്സ്കാൻ. പലർക്കും ഉള്ള സംശയമാണ് കെരട്ടോകോണസിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണോ, ഇത് പെട്ടെന്ന് തന്നെ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. ഏർലി സ്റ്റേജസിലാണെങ്കിൽ ഗ്ലാസസിലൂടെ കെരാട്ടോകോണസ് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പ്രോഗ്രഷൻ ഉള്ള സ്റ്റേജുകളിലാണെങ്കിൽ കോൺടാക്ട് ലെൻസസ് പോലുള്ള ഓപ്ഷൻസ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും. സിവിയർ ആയിട്ടുള്ള സ്റ്റേജുകളിൽ കെരാട്ടോപ്ലാസ്റ്റി അഥവാ കൃഷ്ണമണി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അവൈലബിൾ ആണ്. എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് കൃഷ്ണമണി മാറ്റിവെക്കുക എന്നത് കണ്ണ് മൊത്തമായി മാറ്റിവെക്കുക എന്നുള്ളതാണോ എന്ന്. കൃഷ്ണമണി മാറ്റിവെക്കുക എന്നതിലൂടെ നേത്രപടലം അഥവാ കോർണിയ മാത്രമാണ് മാറ്റിവെക്കുന്നത്. സ്ക്ലിയറൽ കോർണർ ലെൻസിന്റെ കാര്യം പറയുമ്പം എനിക്ക് നമ്മുടെ ഒരു പേഷ്യൻ്റെ കാര്യം പെട്ടെന്ന് ഓർമ്മ. എനിക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു 15 years ഫീമെയിൽ പേഷ്യൻറ്റ് കെരട്ടോകോണസ് ആയിട്ട് അവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആഫ്റ്റർ C3R പോലും വിഷൻ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലായിരുന്നു. ഇവിടെ പേഷ്യൻ്റ് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് എല്ലാം മുടങ്ങി, സ്റ്റഡീസ് എല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഡോക്ടേഴ്സ് സ്ക്ലിയറൽ അഡ്വൈസ് ചെയ്യുകയും ആഫ്റ്റർ സ്ക്ലിയറൽ കോൺടാക്ട് ലെൻസ് ട്രയൽ പേഷ്യൻ്റ് വിഷൻ ഇമ്പ്രൂവ് ആയി. അതെ, ഞങ്ങളുടെ വർക്ക് ലൈഫിൽ തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത്. പേഷ്യൻ്റ് ഹാപ്പി ആയതുപോലെ തന്നെ ഞങ്ങൾ സ്റ്റാഫുകളെല്ലാം വളരെ ഹാപ്പി ആയിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങളിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പല ട്രീറ്റ്മെൻറ്റ്സ് തേടി പോകുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ കണ്ണുകളുടെ കാര്യം വരുമ്പോൾ വളരെ ലാഘവത്തോടാണ് നാം നോക്കിക്കാണുന്നത്. സുന്ദരമായി ഈ ലോകം കാണണമെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു കണ്ണുകൾ തന്നെ വേണം. ഇത്തരത്തിലുള്ള ആധുനികമായ എല്ലാ ഫെസിലിറ്റീസും ശങ്കർ ഐ ഹോസ്പിറ്റൽ അവൈലബിൾ ആണ്. സോ ഇയർലി വൺസ് ചെക്ക് ചെയ്യുക. ചെക്ക് ഇയർലി, സീ ക്ലിയർലി.